നമസ്കാരം. എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിസുന്ദരി, ശാലീനതയുള്ളവൾ, കോമളത്വമുള്ളവൾ, അവളെ കണ്ടാൽ അവളെ ആഗ്രഹിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് അത്തരത്തിലുള്ള ഒരു സ്ത്രീയോട് ഒരു പ്രണയം തോന്നി. പക്ഷേ ആ പ്രണയം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് സംസാരിച്ച പല കാര്യങ്ങളിലും എനിക്ക് തോന്നി അവൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന്. പക്ഷേ എനിക്ക് അവളോട് ഭയങ്കര പ്രണയം തോന്നി. ഞാൻ എന്നെക്കുറിച്ച് അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളെ അതിസുന്ദരിയായി, മനോഹരവതിയായി അവളെ അണിയിച്ചൊരുക്കിയതാരെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അവളെ കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ എനിക്കും അവളോട് പ്രേമമുണ്ടായി. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൾ കറുപ്പാണെങ്കിലും അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പച്ച വസ്ത്രമാണ്. അവൾ എപ്പോഴും സമാധാനവതിയാണ്. അവൾ കോപിക്കുമോ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അവൾ കോപിക്കുകയില്ല. അവൾ എപ്പോഴും സമാധാനവതിയാണ്. ചിലപ്പോഴൊക്കെ അവൾ പച്ചപ്പിൽ നിന്ന് മാറി അവൾ തൂവെള്ള ധരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവളെ കാണാൻ കഴിയില്ല. അവളെ അല്പം ചിലപ്പോഴൊക്കെ അവൾ തൂവെള്ള ധരിക്കാറുണ്ട്. ആ തൂവെള്ള ധരിച്ചിരിക്കുന്ന ആ മനോഹരതയിൽ എനിക്ക് അവളെ അല്പനേരം കാണാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ അവളുടെ മുഖപടം തെളിഞ്ഞു വരും. നിർമ്മലമായ, സമാധാനമുള്ള, സൗന്ദര്യവതിയായ, യൗവനം നഷ്ടപ്പെടാത്ത, നിത്യമായ കന്യകത്വമുള്ള ആ അവളോട് എനിക്ക് അഗാധമായ പ്രണയം തോന്നി. കന്യകാത്വം എന്ന് പറയുന്നത് ശരീരത്തിലല്ല, അത് മനസ്സിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ പ്രേമിച്ചു. അവളോട് എൻ്റെ പ്രേമം തുറന്നു പറഞ്ഞു. പക്ഷേ അത് കുറച്ച് ദിവസം മാത്രമേ നിലനിന്നുള്ളൂ. പിന്നത്തെ ഞാൻ മനസ്സിലാക്കി, എനിക്ക് അങ്ങോട്ടേ പ്രേമമുള്ളൂ, അവൾക്ക് എന്നോട് ഇങ്ങോട്ട് യാതൊരു പ്രേമവുമില്ല. പക്ഷേ എങ്കിലും ഞാൻ അവളെ പ്രേമിച്ചതുകൊണ്ട് മരണം വരെയും എൻ്റെ പ്രേമം അവളിലായിരിക്കും. അവൾ അത്ര മനോഹരവതിയാണ്. പക്ഷേ അവളുടെ ആ മനോഹരത കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഒരു 24 ഹെയർ പിൻ അഴിച്ചാൽ മാത്രമേ നമുക്ക് അവളുടെ മനോഹരത കാണാൻ കഴിയത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ആ ലാവണ്യവതിയായ, സൗന്ദര്യവതിയായ, അഴകിനപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പച്ചപ്പ് ധരിച്ചുകൊണ്ട് വളരെ സമാധാനവതിയായി, നിർമ്മലതയായി, മനോഹരവതിയായി നിൽക്കുന്ന അവളെ കാണാൻ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ സ്നേഹിച്ച, ഞാൻ പ്രേമിച്ച, എൻ്റെ ഹൃദയം പകർന്നു കൊടുത്ത ആ സ്ത്രീയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങളെൻ്റെ കൂടെ വരൂ. പക്ഷേ ഈ വീഡിയോയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് 2ാമത്തെ വീഡിയോയാണ്. നിങ്ങളെ ഞാൻ അവളെ കാണിക്കാൻ കൊണ്ടുപോകുകയാണ്. നമുക്ക് പോകാം. വരൂ. ഗോഡ് ബ്ലസ് യു.